പറഞ്ഞപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇതൊക്കെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം എന്നൊക്കെ നമ്മുടെ റോഡിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ലൊരു കൊമ്പൻ. അപ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നും ആ ഫസ്റ്റ് തൊട്ട് നമ്മളെ കയ്യിലേക്ക് എത്തിപ്പൊളി ചുരം പോലെ ഇത് പോകേണ്ട റൂട്ടാണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. കാരണം ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇതിന് 1.5 കിലോമീറ്റർ നടന്നാലെന്താ ബാക്കിൽ കാണുന്നതൊക്കെ ചെയ്ത് നമുക്ക് സംസാരിച്ചിട്ടൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. പ്ലേസസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 days നമ്മൾ മൂന്നാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് എങ്ങനെ തിരിച്ചു പോകാം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക. കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ലൊക്കേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വാട്ടർഫാൾസ് ഉണ്ട്, അതേപോലെ തന്നെ വൈൽഡ് ആനിമൽസ് ഒക്കെ നമ്മൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഏരിയകളിലേക്കാണ് പോകുന്നത്. എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക. ഇത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയല്ലായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. യാത്രകൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു 2 days ഒക്കെ യാത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു റിസോർട്ട് കണ്ടുവെക്കുക എന്നുള്ളതാണ്. അതും നല്ല ആംബിയൻസ് ഉള്ള, അത്യാവശ്യം നമുക്ക് അവിടുന്ന് തന്നെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു റിസോർട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡെവൻഷ്യർ ഗ്രീൻ റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മൂന്നാറിൻ്റെ ഇത് സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മുന്നെയാണ്. ഇപ്പോൾ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു 6 കിലോമീറ്റർ മുന്നെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ഞാൻ മാപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി സ്റ്റേ എടുത്തതിന് ശേഷം അവിടെ കുറച്ച് ആദ്യം കാണാനുണ്ട്, അതിനുശേഷം പുറത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, ലഗേജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവർ പറഞ്ഞുള്ളത് ആട്ടുകാട് വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നമുക്ക് നടന്നു പോവാം. നമ്മുടെ വണ്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇവിടെ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ 2 സൈക്കിളിൽ വേണമെങ്കിൽ സഫാരി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ പോവാം. ഇവിടുന്ന് കുറച്ച് മാത്രമേ പോകാനുള്ളൂ. അപ്പോൾ അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്, അതേപോലെ വാട്ടർഫാൾ ഉണ്ട്, അതൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വാട്ടർഫാളിലേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. എന്നാലേ അത് പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല റോഡാണ്, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇതാ ആ കാണുന്ന വാട്ടർഫാളാണ്. അതാണ് ആട്ടുകാട് വാട്ടർഫാൾ. പഠിക്കുന്ന സമയത്തൊക്കെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം എന്നൊക്കെ പള്ളിവാസൽ അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സംഭവമാണ് ആ കാണുന്നത്, ഉണ്ടല്ലേ? ആ മുകളിലായിട്ട് അതിൻ്റെ നേരെ തൊട്ടടുത്താണ് ആട്ടുകാട് വാട്ടർഫാൾ വരുന്നത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഏറ്റവും താഴത്തേക്കാണ്. ആ താഴെയുള്ള ആ വാട്ടർഫാളാണ്. ഇത്രയൊന്നും ആ താഴെ കാണാനുണ്ടായില്ല, പക്ഷേ നമുക്ക് അടുത്ത് നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നടക്കാനേ ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഒരു രസമല്ലേ, രാവിലെ മോർണിംഗിലൊക്കെ എണീറ്റിട്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ആ തണുപ്പൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാം. ഒന്നര കിലോമീറ്റർ നടന്നാലെന്താ ബാക്കിൽ കാണുന്നതൊക്കെ ആട്ടുകാട് വാട്ടർഫാളാണ് ഇതിൻ്റെ പേര് വരുന്നത്. നല്ലൊരു വ്യൂ ആണ്. താഴ്ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു പാലത്തിലൂടെയാണ്, ഇതിലൂടെ വാഹനമൊക്കെ പോകും. നമുക്ക് വണ്ടി മുഖാന്തരം വരാം, നടന്നിട്ട് വരാം. നടന്നു വരുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്, പക്ഷെ അങ്ങോട്ട് കയറി പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യൂ. വെൽക്കം ടു ആട്ടുകാട് വാട്ടർഫാൾ. ഒരു ടീ ഷോപ്പും കൂടെ ഉണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. നല്ല വ്യൂ ആണ്, നല്ല കണ്ടില്ലേ? ആ ഒരു നമ്മൾ നേരത്തെ നിന്നത് താഴെയാണ്, അപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ നമ്മൾ ആട്ടൂക്കാട് വാട്ടർഫാളൊക്കെ കണ്ടു വന്നു. ഇവിടെ നമുക്ക് റിസോർട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കോഫി ഏരിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ചുറ്റുഭാഗം നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. ഫുള്ളായിട്ട് വേറെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല, നല്ല പച്ചപ്പും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇവിടെ 4 കാറ്റഗറി റൂംസാണ് നമുക്കുള്ളത്. അപ്പോൾ ആ റൂംസ് ഏതൊക്കെയാണെന്ന് എന്തൊക്കെ കാറ്റഗറി എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കാറ്റഗറിയാണ് കാസ്കേഡ് എന്നാണ് ഇതിന് പേര് വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സ്പേസസ് ആയിട്ടുള്ള റൂമാണ്, നല്ല ഭംഗിയുള്ള. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാൽക്കണി ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറിക്ക് വരുന്നത്. പക്ഷേ നല്ലൊരു വ്യൂ അല്ലേ, നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്നുണ്ട്. ഫുള്ളി ഗ്ലാസ് ചെയ്തിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ബാൽക്കണി ഇല്ലെങ്കിലും നല്ല വ്യൂ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതാ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം, നല്ല തണുത്ത കാറ്റ്, അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫുള്ളായിട്ട് ഗ്ലാസ് ആണ്, നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു റൂമിൽ വരുന്നത്. ഈ ഒരു റൂമിൽ 2 പേർക്ക് നല്ല വിശാലമായിട്ട് കിടക്കാനുള്ള വലിയൊരു ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ റൂമിൽ ഓഫീസ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ TV ഉണ്ട്, പിന്നെ അതേപോലെ ഒരു ഫ്രിഡ്ജ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സോഫ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വിശാലമായിട്ടുള്ള റൂംസും നല്ലൊരു വ്യൂവും. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ കയറി വരുന്ന അവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ബാത്റൂമാണ്, അത്യാവശ്യം നല്ല സ്പേസ് ആണ്, അത്യാവശ്യം നല്ല നീറ്റ് തന്നെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള റൂമിലാണ്. അത്യാവശ്യം നല്ല സ്പേസസ് ആണ്, നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. തേർഡ് കാറ്റഗറി ആയിട്ടുള്ള മൗണ്ടൻ അറീന എന്ന് പറയുന്ന റൂമാണ്. ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതിന് ബാൽക്കണിയും കൂടെ അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ ബാൽക്കണി ഇല്ലാതെ സെയിം സംഭവം തന്നെയാണ്, ബെഡും സ്പേസും എല്ലാം. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഇവിടുത്തെ ടോപ്പ് കാറ്റഗറി ആയിട്ടുള്ള റോയൽ സ്യൂട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിപ്പെട്ട റൂമിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കയറി വരുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു ലിവിങ് റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ടല്ലോ, ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്, നല്ലൊരു വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് TV ഉണ്ട്, അതുപോലെ തന്നെ ഓഫീസ് സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സ്പേസസ് ആയിട്ടുള്ള ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്കാണ്. കണ്ടില്ലേ, നല്ല സ്പേസസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെയും നമുക്കൊരു ഓഫീസ് സെറ്റപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ TV അവൈലബിൾ ആണ്. അവിടെയും ലിവിങ് റൂമിലും നമുക്ക് TV ഉണ്ട്. പിന്നെ മറ്റുള്ള റൂമിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഇവിടെ നമുക്കൊരു ബാത്ത് ടബും കൂടെ ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മുടെ ബാത്റൂമിൽ വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കർട്ടൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മിറർ സെറ്റപ്പിലാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ആയുർവേദിക് സ്പാ ഫെസിലിറ്റിയും കൂടെ അവർ നൽകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ റൂംസൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം 2:30 സമയം കഴിഞ്ഞു. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കണം, കാരണം യാത്ര ചെയ്തിട്ട് അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ, ഏതൊരു സ്ഥലം നോക്കിക്കഴിഞ്ഞാലും ഫോട്ടോ എടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം അത്രയും ഭംഗിയാണ്. ഇപ്പോൾ ഇത് തന്നെ നോക്കി, ഒരുപാട് തേയിലത്തോട്ടങ്ങളും, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ളായിട്ട് പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മൂന്നാറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവരോട് സംസാരിച്ചപ്പം അഡോബിക്സിൻ്റെ വ്യൂവേഴ്സിന് ചെറിയൊരു ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മെയിൽ ഐഡിയും എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൂന്നാറിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മുടെ റൂമിൻ്റെ നേരെ താഴെയായിട്ട് ഇവിടെ നല്ലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നോക്കി, നല്ല അടിപൊളി വ്യൂ, നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് നല്ല റെസ്റ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ചിട്ടൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇനി നമുക്ക് റിസോർട്ടിൻ്റെ പുറത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ടീ ഫാക്ടറി, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വാട്ടർഫോൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ തന്നെ നമുക്ക് ഇവിടെ ഒരു കാർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് പോയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാം. കാരണം നമ്മൾ റിസോർട്ടിൽ മാത്രം നിന്നാൽ പോരല്ലോ, അതെല്ലാം വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മാക്സിമം എന്തെല്ലാം കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം. മൂന്നാർ സിറ്റിയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ടീ മ്യൂസിയം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നും ആ ഫസ്റ്റ് തൊട്ട് നമ്മളെ കയ്യിലേക്ക് എത്തുന്ന ആ ഒരു ഏരിയ വരെ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ കുറച്ച് ചരിത്രങ്ങളും മിസ്റ്ററീസും ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ യാത്രയിൽ ലക്ഷ്മി എക്സൈറ്റിൻ്റെ ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു മൂന്നാറിലൂടെ. അപ്പോൾ നമ്മളെ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ലൊരു കൊമ്പൻ, അടിപൊളി വിഷ്വലാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ആനനൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വരുന്ന വഴി ഇവിടെ ഒന്ന് നോക്കി നിങ്ങൾ, ഒരു നല്ലൊരു അടിപൊളി ചുരം പോലെ ഇത് പോകേണ്ട റൂട്ടാണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്, കാരണം അത്രയും ഭംഗിയാണ് വരുന്ന എല്ലാ വഴിയും. അപ്പോൾ ഇതൊന്ന് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ ഞങ്ങളിപ്പോൾ പെരുമ്പൻകുത്ത് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർഫോളിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആനയെ കണ്ടു, വരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലം ആണ് നമുക്ക് എൻ്റെ ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കാണാണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ വന്ന് കാണേണ്ടതാണ്. കാരണം മൂന്നാറിൽ വരുമ്പോൾ സാധാരണ ഇതൊന്നും ആരും വിസിറ്റ് ചെയ്യാറില്ല. നല്ല ഒരു ഫ്രീ ആയുള്ള സ്ഥലം, ഒരുപാട് റഷൊന്നുമില്ല. ആ ഒരു സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് വരുന്ന എല്ലാ ഭാഗവും നമുക്ക് കാണാണ്ട്, ഷൂട്ട് ചെയ്യാണ്ട്, ഫോട്ടോസ് എടുക്കാണ്ട് എല്ലാ ഏരിയ ഉണ്ട്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇതിൻ്റെ താഴെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ആ പണ്ട് കാലങ്ങളിൽ ആ കെട്ടിയ പണിത്ത അതേ രീതിയിലാണ്. ഇനി നമുക്കുള്ളത് വാട്ടർഫോൾ ആണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് നമുക്ക് പോയി നോക്കാം.
ഒന്ന് നോക്കിയേ, വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തായിട്ട് സെന്ററിലാണ് ഈ വന്ന് നിൽക്കുന്നത്. താഴേക്കൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്ലേസ് അധിക പേരും കണ്ടിട്ടുണ്ടാവില്ല. മിക്കവാറും ഞാനൊന്നും നെറ്റിൽ നോക്കിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു പ്ലേസ് കണ്ടിട്ടില്ല. അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു പ്ലേസിന് പറയുന്നത് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ വരിക ഇങ്ങോട്ട് വരുന്ന സമയത്ത്. ഇവിടെ ഒന്നും ഒരു വിസിറ്റേഴ്സിനും കാണാനില്ല. അധിക പേരും എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊന്നും ഈ ഒരു സ്ഥലം അറിയുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയില്ലായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അടിപൊളി പ്ലേസ്. വരുന്ന സ്ഥലമായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഇത് നോക്കിയാൽ നമ്മളൊരു വാട്ടർഫാളിൻ്റെ സെൻറ്ററിലാണുള്ളത്. സാധാരണ നമ്മൾ താഴ്ഭാഗത്ത് പോയിട്ട് വെള്ളം കാണുകയാണ് ചെയ്യുക. ഇവിടെയും വാട്ടർഫാൾ ഉണ്ട്, താഴേക്കും അങ്ങോട്ട് അടിയിലേക്കും വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ അടിപൊളി പ്ലേസ് ആണ്. കുറച്ച് ഇങ്ങോട്ട് മൂന്നാറിൽ നിന്നൊക്കെ സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പൊളിക്കും. ഇതെന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. അങ്ങനെ 2 ദിവസവും സ്റ്റേ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ മൂന്നാറിൻ്റെ ഏകദേശം എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ മൂന്നാർ വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ സ്ഥലങ്ങളിൽ മാത്രം പോയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അതാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതേപോലെ തന്നെ റഷ് ആയുള്ള ഏരിയകളിലൊക്കെ ആയിരിക്കും. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മൊത്തത്തിൽ അങ്ങ് ടയേർഡായിട്ടായിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് മാക്സിമം കാണാനുള്ളത് കാണുകയും ചെയ്യാം. 2 ഡേയ്സിൽ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സർവീസാണ്. പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഫുൾ സപ്പോർട്ടാണ്. ഇവിടുന്ന് വെഹിക്കിൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും അതേപോലെ തന്നെ കോൾ ചെയ്യാനുള്ള നമ്പേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുക്കുന്നുണ്ട്. ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ മൂന്നാറിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ കണ്ടുപോവുക. കാരണം സ്ഥിരമായിട്ട് കാണുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.